മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളിവിടെ ഗോകുലുണ്ട്. ബ്രോ സുഖാണോ? സുഖം, നല്ലതായി പോണു. അവിടെ എന്താ വിശേഷം? നന്നായിട്ട് പോകുന്നു ബ്രോ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ മാച്ചിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ബ്രോ ശരിക്കും പറഞ്ഞാൽ ജയിക്കാനുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു. 2-1 ലീഡുള്ള സിറ്റുവേഷനിൽ ഒന്ന് രണ്ട് ബാഡ് ഡിസിഷൻസ്, ശരിക്കും പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷന്റെ കാര്യം എടുത്ത് പറയുന്നതിന്റെ പ്ലേയേഴ്സിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്കുകൾ, പെഡേഴ്സൺ ആയാലും മറ്റു പ്ലേയേഴ്സ് ആയാലും അവസാന നിമിഷം കൊണ്ടുപോയിട്ട് വളരെ ഈസി ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ കാണിച്ചു. അത് റയൽ മുതലാക്കിയിട്ടാണ് ചാമ്പ്യൻസ് ലീഗിൽ അങ്ങനെ ഒരു ലീഡിലേക്ക് എത്തിയത്. ബ്രോഡ് അഭിപ്രായത്തിൽ എന്താണ് സംഭവിച്ചത്? കയ്യിൽ നിന്ന് എങ്ങനെയാണ് പോയത്? അതാ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ, ഹാഫ് ടൈം സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ നമ്മളുടെ ആ ഒരു ഗെയിമിന്റെ റിതം കംപ്ലീറ്റ്ലി പോക്കിയത്. സ്റ്റാർട്ടിങ് അവിടെ നിന്നായിരുന്നു. സോ നമുക്ക് വേറൊരു വഴിയില്ല. അക്വാഞ്ചി ഇഞ്ചോർഡ് ആയി പോയത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായാലും വേണമായിരുന്നു. സോ ആ ഒരു ടൈമിൽ എന്തുകൊണ്ട് റൈറ്റ് ബാക്ക് റീക്കോ ലൂയിസിനെ ഇട്ടു എന്നുള്ളത് ഇപ്പോഴും ക്വസ്റ്റ്യനബിൾ ആണ്. സോ അത്രയും ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറെ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഇത്രയും ബിഗ് മാച്ചിലൊക്കെ കൊണ്ടുപോയിട്ട് അതും വിനീഷ്യസ് ആയിട്ടൊക്കെ 1-on-1 വരുന്ന ഒരു സിറ്റുവേഷനിൽ എനിക്കറിയില്ല എന്ത് കണ്ടിട്ടാണ് റിക്കോ ലൂയിസ് പോലത്തെ ഒരു പ്ലെയറെ റൈറ്റ് ബാക്കിൽ ഇട്ടതെന്ന് അറിയില്ല. അല്ലെങ്കിൽ സ്റ്റോൺസിനെ റൈറ്റ് ബാക്കിലോട്ട് മാറ്റുകയാണെങ്കിൽ മേ ബി ഞാൻ വിചാരിച്ചു സ്റ്റോൺസിന് മേ ബി റൈറ്റ് ബാക്ക് ഇപ്പോൾ ഒരു മിഡ്ഫീൽഡ് റിത്തം ഉണ്ടായിരുന്നു. അപ്പം സ്റ്റോൺസിന് റൈറ്റ് ബാക്കിൽ മാറ്റി കഴിഞ്ഞാൽ ആ മിഡ്ഫീൽഡ് റിത്തം പോകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം സ്റ്റോൺസിനെ ആക്ച്വലി മൂവ് തരുന്നത്. സോ ഈവൻ അതിനേക്കാൾ ഒരു ബെറ്റർ ഓപ്ഷൻസ് ആയിട്ട് വേറെ നോക്കാമായിരുന്നു എന്നാണ് എനിക്ക് അതിൽ തോന്നിയത്. മേ ബി ന്യൂനസ് ആണെങ്കിലും ഐ ഡോണ്ട് സീ എനി മച്ച്. ഇതിന് ബെറ്റർ ഓപ്ഷൻ സ്റ്റോൺസ് തന്നെയായിരുന്നു. സോ കോവച്ചിനെ കൊണ്ടുവന്ന് സ്റ്റോൺസിനെ റൈറ്റ് ബാക്ക് വെക്കുക എന്ന് മാത്രമായിരുന്നു ഇതിനും ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നത്. സോ അവിടെയാണ് നമ്മളുടെ ആ ഒരു ഫസ്റ്റ് ബ്ലോ വന്നത്. പിന്നെ നമ്മൾക്ക് ലാസ്റ്റ് വന്ന ഒരു എറേഴ്സ് പറഞ്ഞാൽ അതിപ്പം ഈ ഒരു സീസണിൽ അതൊരു പുതുമയല്ല. കാരണം ഇപ്പം നമ്മൾ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട് പല പ്ലെയേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഇതുപോലെ എറേഴ്സ് വരുന്നത്. സോ ഇപ്പം എഡേഴ്സണും റീക്കോ ലൂയിസും രണ്ടുപേരുമായിരുന്നു ഇപ്പോൾ 2 വട്ടം 2 ഗോൾസിന് ചാൻസ് വന്നത്. സോ ഈ ഒരു സീസണിൽ അതൊരു നോർമലായി മാറിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഈ ഒരു ബേർണബ്യൂ പോയിട്ട് നമ്മൾ ഈ ഒരു 1 ഗോൾ ഡെഫിസിറ്റ് എങ്ങനെ നമ്മളത് കടക്കും എന്നുള്ളത് ഭയങ്കര ഒരു ഡൗട്ടായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പം. അതെ, ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു റിയൽ ടെസ്റ്റ് തന്നെയാണ്. എവേ മാച്ച്, അവരുടെ സ്റ്റേഡിയം. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഡിഫൻസിൽ വൾണറബിലിറ്റീസ് ഉണ്ട്. അവർക്ക് എംബാപ്പെ പതുക്കെ ഫോമിലേക്ക് വരുന്ന, വിനീഷ്യസ് ജൂനിയർ ഫോമിലാണ്. എന്നാലും ഇപ്പൊ പെപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ മാച്ച് നിങ്ങൾ ജയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വലിയൊരു ബൂസ്റ്റ് തന്നെയായിരിക്കും. അത് ചാമ്പ്യൻസ് ലീഗിലായാലും പ്രീമിയർ ലീഗിലായാലും. അപ്പൊ എന്താണ് ഇന്നത്തെ ഒരു എക്സ്പെക്ടേഷൻ? ഇന്ന് നീക്കോ ഗോൺസാലസ് കളിക്കുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ആ നീക്കോ കളിച്ചു കഴിഞ്ഞാൽ മേ ബി ആ ഒരു നമുക്കൊരു മിഡ്ഫീൽഡ് കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആക്കാൻ പറ്റും. സോ ആ ഒരു സിറ്റുവേഷൻ വന്നാൽ നീക്കോയും ബെർണാഡോ സിൽവ കളിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. സോ കാരണം എൻ്റെ ഒരു ഒപ്പീനിയനിൽ ബെർണാഡോ കളിക്കാതെ ഇരിക്കണം എന്നായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ബെർണാഡോ എന്തായാലും സ്റ്റാർട്ടിങ്ങിലുള്ള ഉണ്ടാവും. കാരണം ഇന്നലെ പ്രസ് കോൺഫറൻസും ബെർണാഡോ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ നീക്കോ ഗോൺസാലസും ബെർണാഡോ ആയിരിക്കും മിഡ്ഫീൽഡ് 2 ആയിട്ട് ഉണ്ടാവുക. സോ അതുപോലെ മർമൂഷിന്റെ ഫോം വന്നത് കൊണ്ട് തന്നെ, ഒരു ഹാട്രിക് ഉള്ളത് കൊണ്ട് തന്നെ ഹാളണ്ടിന്റെ കൂടെ, കാരണം മർമൂഷ് ഇറങ്ങണം. കാരണം റൂഡിഗർ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് കണ്ടത്. സോ മോസ്റ്റ്ലി ആ റൂഡിഗറിന്റെ കൂടെ ഹാളണ്ടിന്റെ കൂടെ മർമൂഷ് ഉണ്ടെങ്കിലേ നമുക്ക്, കാരണം റൂഡിഗർ മേ ബി ഹാളണ്ടിനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ മർമൂഷിന് ഫ്രീ ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് എക്സ്പ്ലോയിറ്റ് ചെയ്യണം. സോ മർമൂഷും ഹാളണ്ടും എന്തായാലും ഇറങ്ങേണ്ടി വരും. റൈറ്റ് വിങ്ങിൽ മേ ബി സാവിയോ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഹീസ് ഇൻ ഗുഡ് ടച്ച്. സോ ഡിഫെൻസീവ് ലൈനാണ് നമ്മൾക്ക് എപ്പോഴും പ്രോബ്ലം ആയിട്ടുള്ളത്. സോ ഡിയാസ്, ആക്കെ, ഗ്വാഡിയോൾ, ആ ഒരു 3 എന്തായാലും ഉണ്ടാവും. മേ ബി സ്റ്റോൺസ് ആയിരിക്കും റൈറ്റ് ബാക്ക് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ബട്ട് കുസനോവിനെ റൈറ്റ് ബാക്ക് വെച്ചിട്ട് നമുക്ക് മേ ബി സ്റ്റോൺസിനെ മിഡ്ഫീൽഡ് വെച്ച് സ്റ്റോൺസ് ആൻഡ് നീക്കോ ഗോൺസാലസ് മിഡ്ഫീൽഡ്, അതാണ് എനിക്കൊരു ഫേവറബിൾ ആയിട്ടുള്ളൊരു 11. കാരണം കുസനോവ് റൈറ്റ് ബാക്ക് വിത്ത് വിനീഷ്യസ്, ഈവൻ യങ് ആണെങ്കിലും മേ ബി പറ്റുമായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. സോ ആ മിഡ്ഫീൽഡ് മേ ബി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. ബോൾ ഹോൾഡിംഗ് ആണെങ്കിലും നീക്കോ ഗോൺസാലസും സ്റ്റോൺസും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. സോ ഈ ഒരു ഓപ്ഷനാണ് ഞാനൊരു ബെറ്റർ സിറ്റി ടീം ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോൾ കാണുന്നത്. ഓക്കെ ബ്രോ, അപ്പൊ കഴിഞ്ഞ ന്യൂകാസിൽ മാച്ചിനെ പറ്റിയിട്ട് ചോദിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു ബ്രില്യൻ ഫിനിഷ് ഫ്രം മാർമൂഷ്. എസ്പെഷ്യലി പുള്ളി വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് കളിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 1-2 മാച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3-4 കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന്, പുള്ളിയുടെ വർക്ക് റേറ്റ്.
ഒരു 50-50 ചാൻസ് ഒക്കെ വരുമ്പോൾ പുള്ളി പോയി പ്രസ് ചെയ്യുന്നുണ്ട്, ഓടിക്കൊണ്ടിരിക്കുന്നു, എവിടെ നിൽക്കുന്നില്ല, ടീമിന് വേണ്ടിയിട്ട് മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കുന്നു. ആ ഇന്റൻഷൻ പലപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ ഹാലണ്ട് ഇങ്ങനെ ടാർഗറ്റ് മാൻ ആയിട്ട് നിൽക്കും, ബോൾ കൊടുത്താൽ മാത്രമാണ് പുള്ളി ഓടുന്നത്. പുള്ളിയുടെ മൂവ്മെന്റ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ മാർമൂഷിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി മിഡ്ഫീൽഡിലേക്ക് വരും, റൈറ്റിലേക്ക് പോകും, ലെഫ്റ്റിലേക്ക് പോകും, ഇങ്ങനെ നല്ല രീതിയിലുള്ള മൂവ്മെന്റ് ഉണ്ട്. അത് ഒരു സ്പേസ് ഒഫൻസിൽ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു സാധ്യത തന്നെയാണ്. അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പുള്ളി നല്ല കോൺഫിഡന്റ് ആയിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് ഹാട്രിക് അടിക്കാൻ തോന്നുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. എന്താണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ബ്രോയുടെ അഭിപ്രായത്തിൽ പുള്ളി സ്റ്റിക്ക് ഓൺ ചെയ്യുമോ, ഈ ഒരു ഫോം കണ്ടിന്യൂ ചെയ്യുമോ, അല്ലെങ്കിൽ ഇതൊരു വൺ ഓൺ ഓപ്പർച്യൂണിറ്റി ആയിരുന്നോ? ഇല്ല, ഇത് എനിക്ക് തോന്നുന്നു ഇത് ജസ്റ്റ് സ്റ്റാർട്ട് എന്ന രീതിയിൽ തന്നെ എനിക്ക് തോന്നുന്നു. കാരണം ആൾറെഡി ഈ ഒരു സീസൺ നല്ല ഫോമിലുള്ള ഒരു പ്ലെയർ ആണ്. സോ ഇനീഷ്യലി ആ കുറച്ച് 3-4 കുറച്ച് മാച്ചസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടീമിനോടൊന്ന് അഡാപ്റ്റേഷൻ പീരിയഡ് എന്നാണ് എനിക്ക് തോന്നിയത്. അത് പിന്നെ ഇനി മേ ബി ആ ഒരു ടീമോട് സെറ്റായി എന്നുള്ള, കാരണം കഴിഞ്ഞ മാച്ചിൽ ഞാൻ ശ്രദ്ധിച്ചത് ഹാലണ്ട് മാമൂഷ് നല്ലൊരു അവർ തമ്മിൽ നല്ലൊരു അറ്റാച്ച്മെന്റ്, ഒരു ലിങ്കപ്പ് ഉണ്ട്. കാരണം അവരുടെ മൂവ്മെന്റ്സ് ആണെങ്കിലും മാമൂഷ് സെൻട്രലി കൂടെ റൺ ചെയ്യുമ്പോൾ ഹാളണ്ട് ലെഫ്റ്റിലോട്ട് പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ അവർ തമ്മിൽ നല്ലൊരു കണക്ഷൻസ് വന്ന പോലെയാണ് എനിക്ക് കഴിഞ്ഞ മാച്ചിൽ തോന്നിയത്. സോ മേ ബി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മേ ബി ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആൽവാരസിനെക്കാളും ആക്ച്വലി ഒരു റിയൽ ഒരു അപ്ഗ്രേഡ് ആയിട്ടാണ് കാണുന്നത്. കാരണം കംപ്ലീറ്റ് ഒരു ഫോർവേഡ് പാക്കേജ് ആണ് മാമോഷ്. ഒരു സെറ്റ് പീസസ് ആണെങ്കിലും ചാൻസ് ക്രിയേഷൻസ് പ്ലസ് സ്കോറിംഗ് ഒക്കെ ആണെങ്കിൽ ആൽവറസിന് ശരിക്കും ഒരു അപ്ഗ്രേഡ് ആണ് ഇപ്പോൾ മാമോഷിനെ കണ്ടിട്ടുള്ളത്. സോ അതും കമ്പാരിറ്റീവ് ചീപ്പർ പ്രൈസിന് നമുക്ക് ആൾമോസ്റ്റ് കിട്ടുകയും ചെയ്തു ആൽവറസിനെക്കാളും. സോ ആക്ച്വലി അത് നല്ലൊരു സൈനിങ് ആയിരുന്നു. ഇപ്പോൾ ഒരു ജാനുവരി വിൻഡോയിൽ വന്ന സൈനിങ്സ് ഇപ്പോൾ 4 പേരാണെങ്കിലും മാമോഷും നീക്കോ ഗോൺസാലസും ആൾറെഡി ഒരു അപ്ഗ്രേഡ് റെഡി ടു യൂസ് ടൈപ്പ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ്. സോ നമുക്ക് അങ്ങനത്തെ ഒരു പ്ലെയേഴ്സ്, ഈ രണ്ടും പ്ലെയേഴ്സും വളരെ ക്രൂഷ്യൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടും ഒരു ലോങ് ടേം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയേഴ്സ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ ബ്രോ, ഇപ്പൊ വീക്കെൻഡിൽ മറ്റൊരു മത്സരം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ലിവർപൂൾ, ശരിക്കും പറഞ്ഞാൽ ലിവർപൂൾ ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വളരെ ക്രൂഷ്യൽ മാച്ചാണ്. കാരണം ഈ മാച്ചിൽ ലിവർപൂൾ തോൽക്കാൻ ഇടയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആർസണൽ ടൈറ്റിൽ ചലഞ്ചിലേക്ക് വളരെ ശക്തമായി തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ്, തിരിച്ചു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. എന്താണ് ബ്രോ ഒരു എക്സ്പെക്ടേഷൻ? ലിവർപൂളിനെതിരെ നിങ്ങൾക്ക് ഒരു നല്ല പെർഫോമൻസ് കൊണ്ടുവരാൻ പറ്റുമോ? ലിവർപൂളിനെതിരെ നമുക്ക് എങ്ങനെയാണെങ്കിലും ആർസണൽ ലീഗ് അടിക്കണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. സ്റ്റിൽ നമ്മൾ ലിവർപൂളിന് ഒരിക്കലും ജയിക്കാൻ അനുവദിക്കരുത്. സോ ഹോപ്പ്ഫുള്ളി എങ്ങനെയാണെങ്കിലും ലിവർപൂളായിട്ട് നമുക്ക് ജയിക്കണം. സോ മാക്സിമം ടോപ്പ് 4, മാക്സിമം എത്രത്തോളം പോയിന്റ്സ് എടുക്കാൻ പറ്റുന്നോ അത്രയും എടുക്കുക. സോ ബാക്കി എവിടെ ഫിനിഷ് ചെയ്യുന്നുള്ള ലാസ്റ്റാണ്. സോ മാക്സിമം ഇപ്പം നമ്മളൊരു മേ ബി ഒരു ടോപ്പ് 4 ടോപ്പ് 2 എത്താൻ പറ്റുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആണ് കാണുന്നത്. ഇപ്പം മേ ബി ചാമ്പ്യൻസ് ആവില്ല എന്നുള്ള ആൾമോസ്റ്റ് 90% ഉറപ്പാണ്, 95%. സോ ഒരു ടോപ്പ് 2 ഫിനിഷ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു സിറ്റുവേഷൻ ഇനി ഇപ്പം നമ്മൾ കഴിഞ്ഞ മാച്ചൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു നല്ലൊരു പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യും. കാരണം അത്രത്തോളം നല്ല പെർഫോമൻസ്, കാരണം ന്യൂ കാസിലിന്റെ അത്രത്തോളം കൗണ്ടർ അറ്റാക്സ് ഒക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, നോർമലി പ്രീവിയസ് മാച്ചസ് പോലെയല്ല. അപ്പം ഈ ഒരു പെർഫോമൻസ് വെച്ച് നമുക്കൊരു നല്ലൊരു റണ്ണ് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഒരു ടോപ്പ് 2 ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ആർസണലിന്റെ ഫോം വെച്ചിരിക്കും ബാക്കിയൊക്കെ. സ്റ്റിൽ ലിവർപൂൾ അറ്റ് എത്തിഹാദ് നമുക്ക് എന്തായാലും ജയിക്കേണ്ട ഒരു മാച്ചാണ്. അതാണ് ഞാൻ കണ്ടത്. അവസാനത്തെ ക്വസ്റ്റ്യൻ ബ്രോ, റോഡ്രി പതുക്കെ തിരിച്ചു വരുന്നു എന്നുള്ള ന്യൂസ് കേൾക്കുന്നുണ്ട്. പുള്ളി ഇപ്പോ ചാമ്പ്യൻസ് ലീഗിന്റെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പതുക്കെ ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. ഇനി എന്താണ് ബ്രോയുടെ ഒരു എക്സ്പെക്ടേഷൻ? ഈ മാസം അവസാനം ആകുമ്പോഴത്തേക്ക് പുള്ളി ടീമിലേക്ക് വരുമോ, അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ആണോ? എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ? ഞാൻ റോഡ്രി ഈ സീസൺ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്ത് ഒരു പക്ക ഫിറ്റ് ആയിട്ട് വന്നാൽ മതി എന്നാണ്. സ്ലോലി ഫിറ്റ്നസ് റീഗെയിൻ ചെയ്ത് വന്നാൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ഇപ്പോൾ ആൾറെഡി ഇപ്പോൾ റോഡ്രി വന്നാലും നമ്മൾക്ക് സീസൺ സേവ് ചെയ്യാൻ പറ്റുന്നതിന് ലിമിറ്റ് ഉണ്ട്. മേ ബി നമുക്ക് ഇപ്പം എനിക്ക് റിയലിസ്റ്റിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ഈ സീസൺ എന്ന് പറഞ്ഞാൽ FA കപ്പാണ്. കാരണം ആൾമോസ്റ്റ് എല്ലാ ബിഗ് ടീംസും ആൾമോസ്റ്റ് ഔട്ട് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ്. സോ റിയലിസ്റ്റിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ FA കപ്പാണ്. സോ നമുക്കത് ഇപ്പോഴത്തെ ഒരു ടീം സ്ക്വാഡ് വെച്ച് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. സോ റോഡ്രി എൻ്റെ ഒപ്പീനിയനിൽ ഒരു മെയ് ജൂൺ ആകുമ്പോഴത്തേക്കും മാക്സിമം ഫിറ്റായി വന്ന് നമുക്ക് ആ ഒരു ക്ലബ് വേൾഡ് കപ്പ് ടൈമിലോട്ട് കംപ്ലീറ്റ്ലി ഇൻറ്റഗ്രേറ്റ് ആവുന്ന രീതിയിലായാൽ മതി എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഇൻ കേസ് നമുക്ക് ഇപ്പം UCL പ്രോഗ്രസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ നമുക്കൊരു മേ ബി ഒരു സെമി ഫൈനൽ ആ ഒരു ടൈമിലോട്ടൊക്കെ റോഡ്രി വരേണ്ടതായിട്ടുള്ളൂ. സോ
റിയലിസ്റ്റിക്കലി എനിക്ക് തോന്നുന്ന ഒരു മേ ബി എൻഡ് ഓഫ് ദ സീസൺ മെയ് മാസത്തിലോട്ടൊക്കെ റോഡ് എത്തിയാൽ മതി എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ ബ്രോ, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ മാച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരിക്കൽ കൂടി കാണാം. താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. താങ്ക് യു സോ മച്ച്. ബൈ. യാ ബൈ.